അബൂ താലിബ്. പക്ഷെ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല നരകത്തുനിന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ കലിമത്ത് തൗഹീദ് പറയാൻ തുനിഞ്ഞല്ല. അത് പറഞ്ഞാൽ അതിനു വേണ്ടി ഞാൻ വാദിച്ചിരുന്നേനെ എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു വ്യക്തിയെ അദ്ദേഹം പോർക്കളത്തിൽ വെട്ടിക്കൊന്നു കളഞ്ഞു. റസൂലുള്ളാഹി അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി അദ്ദേഹം പരലോകത്തിൽ വന്നാൽ ഉസാമ നീ എന്ത് കാട്ടും? ലാ ഇലാഹ ഇല്ലല്ലാഹുമായി അദ്ദേഹം പരലോകത്തിൽ വന്നാൽ ഉസാമ നീ എന്ത് കാട്ടും? 3 തവണ റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാത്ത രൂപത്തിൽ ഇസ്ലാം പലർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തവരെ അവഗണിക്കാതിരിക്കാൻ വേണ്ടി ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. സഹാബാക്കളെ, ഇന്ന വ്യക്തിയെ കണ്ടാൽ കൊല്ലരുത്, ഇന്ന വ്യക്തിയെ കണ്ടാൽ കൊല്ലരുത്, ഇന്ന വ്യക്തിയെ കണ്ടാൽ കൊല്ലരുത്. അതിൽപ്പെട്ട ആളാണ് അബുൽ ബുഖ്തരി. എന്തേ പ്രശ്നം എന്താണെന്ന് അറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെയും സഹാബാക്കളെയും 3 വർഷത്തോളം മക്കക്കാര് നിരോധനം ഉണ്ടാക്കിയിട്ട് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, യാതൊന്നും നൽകാതെ, കല്യാണ ബന്ധമില്ലാതെ, ബിസിനസ് ബന്ധമില്ലാതെ ഷുഐബ് അബീ താലിബിൽ അറസ്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഷുഐബ് അലിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ആ അറസ്റ്റ് ചെയ്തതായ ആ പത്രമുണ്ടല്ലോ, പത്രത്തെ പിച്ച് ചീന്താൻ വേണ്ടി രംഗത്തെറിയും കൊണ്ട് അതിനു വേണ്ടി മക്കയിൽ ക്ലബിൽ അഥവാ ദാറുൻ നദ്വയിൽ വാദിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? അബുൽ ബുഖ്തരി. അതുകൊണ്ട് റസൂൽ പറയുകയുണ്ടായി, അബുൽ ബുഖ്തരിയെ നിങ്ങൾ കൊന്നുകളയരുത്. ഒരു പകരം കൊടുക്കലാണത്. ആ മുസ്ലിമാണെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്ത വ്യക്തിയല്ലേ എന്നുള്ള നിലക്ക്. പക്ഷേ അതേ സമയത്ത് ഉസാമയോട് പറഞ്ഞ പറച്ചൽ അവിടെ പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വില മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഉസാമയോട് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് അവിടെ പറഞ്ഞില്ല. എവിടെ? അബുൽ ബുഖ്തരിയുടെ അടുക്കലേക്ക് ഒരു സഹാബി ചെല്ലുന്നു. ആ സഹാബിയുടെ കൂടെ നല്ല അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. മക്കയിൽ നിന്നിട്ട് തന്നെ കൂടെ കൊണ്ടുവന്ന കൂട്ടുകാരനാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ പോലോത്ത മുശ്രിക്കാണ്. അദ്ദേഹം കണ്ട ഉടനെ തന്നെ അബുൽ ബുഖ്തരിയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ കൽപ്പന സഹാബിക്ക് ഓർമ്മയുണ്ട്. ആ കൽപ്പന അനുസരിച്ചിട്ട് മൂപ്പറെ കൊല്ലണ്ട എന്ന് വെച്ചു. എന്ന് മാത്രമല്ല, മൂപ്പര് പറയുകയും ചെയ്തു, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുകയാണ്, എന്നോട് മുസ്ലിങ്ങളോട് പൊതുവിൽ പറഞ്ഞിരിക്കുകയാണ്, അബുൽ ബുഖ്തരിയെ കണ്ടാൽ കൊല്ലരുത് എന്ന്. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരനെ വിടാൻ പറ്റൂല. മൂപ്പര് വാളൂരിയിട്ട് ആ ദേഷ്യം കൂട്ടുകാരിൽ തീർക്കാൻ വേണ്ടി പോകുമ്പോൾ മൂപ്പര് പറയുന്നു, മക്ക പെണ്ണുങ്ങൾ പറയുമല്ലോ, പെണ്ണുങ്ങളെ പേടി, മക്ക പെണ്ണുങ്ങൾ പറയുമല്ലോ എന്ത്, ഞാൻ ബദറിലേക്ക് മുസ്ലിങ്ങളോട് പോരാടാൻ വേണ്ടി പോയതായ വേളയിൽ കൂട്ടുകാരനോട് കൂടിപ്പോയി, കൂട്ടുകാരനെ കൂട്ടാക്കാതെ അവഗണിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചില്ല, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ വന്നപ്പോൾ തടയാൻ വേണ്ടി നിന്നില്ല എന്നീ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മക്ക സ്ത്രീകൾ എന്നെ അവഗണിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബുൽ ബുഖ്തരിയും വാളുമായി ഇറങ്ങി. അപ്പോൾ അവിടെ പിന്നെ ഏറ്റുമുട്ടുന്നത് ശിർക്കും തൗഹീദുമാണ്. ശിർക്കും തൗഹീദും ഏറ്റുമുട്ടുന്ന വേളയിൽ ഈ സഹാബി തീരുമാനിച്ചു, അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈമാനുള്ള തൗഹീദുള്ള വ്യക്തിയെ കൊല്ലാൻ അദ്ദേഹത്തിന് ഞാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ 2 പേരെയും മൂപ്പര് കൊന്നുകളഞ്ഞു. റസൂലുള്ളാഹി കഥ കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല. അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനൊരു മുസ്ലിം പറയുന്ന കേട്ടപ്പോൾ, ആ പറച്ചൽ കേട്ട ശേഷം, ആ വാക്ക് പറഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ വെട്ടിക്കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ തൗഹീദിന്റെ വജഹുമായി പരലോകത്ത് വന്ന നീ എന്ത് കാട്ടും ഉസാമ എന്ന് മടക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണോ തൗഹീദിന്റെ പ്രത്യേകത? അതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത? അതാണോ ഒരാൾ മുസ്ലിം ആവുന്നതുകൊണ്ടുള്ള പ്രത്യേകത? അതുകൊണ്ട് സ്വർണം പോലെ, വെള്ളി പോലെ, മുത്ത് പോലെ, മാണിക്യം പോലെ അല്ല, ജീവൻ പോലെ ഓരോരുത്തരും ഈ വിശ്വാസത്തെ, ഈ തൗഹീദിനെ മുറുകെ പിടിക്കുക. മരണം വരെ നമുക്കതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് മരണം വരേക്കും ഈ മതത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ.